Dear students, third semester BComന്റെ Basic Numerical Methods എന്ന പേപ്പറിൻ്റെ 34ാമത്തെ വീഡിയോ ഹാർമോണിക് പ്രോഗ്രഷൻ. ഹാർമോണിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് പാർട്ട്. ഹാർമോണിക് പ്രോഗ്രഷൻ. ഇതിനു മുമ്പ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ അതെല്ലാം നമ്മൾ പഠിച്ചു. ഇവിടെ harmonic progression. A sequence is said to be in harmonic progression if the reciprocals of every term taken in the same order form an arithmetic progression. A sequence is said to be in harmonic progression if the reciprocals of every term taken in the same order form an arithmetic progression. ഒരു സീക്വൻസ് ഹാർമോണിക് പ്രോഗ്രഷനിൽ ആണെങ്കിൽ അതിലെ എല്ലാ പദങ്ങളും അതേ ഓർഡറിൽ എല്ലാ പദങ്ങളുടെയും റെസിപ്രോക്കൽസ് അതേ ഓർഡറിൽ എടുത്താൽ അവ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആയിരിക്കും. ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എച്ച് പിയിലാണെങ്കിൽ ആ പദങ്ങളുടെ എല്ലാം റെസിപ്രോക്കൽസ് അതേ ഓർഡറിൽ എടുത്താൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആയിരിക്കും. ഈ എക്സാമ്പിൾ 1/4, 1/6, 1/8, 1/10 etc. are in harmonic progression. ഇത് ഹാർമോണിക് പ്രോഗ്രഷനിലാണ്. കാരണം ഇതിലെ ടേംസ് തന്നിരിക്കുന്ന ടേംസ് 1/4, 1/6, 1/8, 1/10 എന്നാണ്. അപ്പോൾ അവയുടെ റെസിപ്രോക്കൽസ് എന്തായിരിക്കും? 1/4ൻ്റെ റെസിപ്രോക്കൽ 4/1, ദാറ്റ് ഈസ് 4. 1/6ൻ്റെ റെസിപ്രോക്കൽ 6/1, ദാറ്റ് ഈസ് 6. 1/8ൻ്റെ റെസിപ്രോക്കൽ 8/1, ദാറ്റ് ഈസ് 8. 1/10ൻ്റെ റെസിപ്രോക്കൽ 10/1 ഈക്വൽ ടു 10. വ്യുൽക്രമം. അപ്പോൾ 1/4, 1/6, 1/8, 1/10 എക്സെട്ര എന്ന പദങ്ങളുടെ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത് 4, 6, 8, 10 എക്സെട്ര എന്നാണ്. അത് എ പിയിലാണ്. 4, 6, 8, 10 എക്സെട്ര എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അതുകൊണ്ട് 1/4, 1/6, 1/8, 1/10 എക്സെട്ര ആർ ഇൻ എച്ച് പി. A sequence is said to be in harmonic progression if the reciprocals of every term taken in the same order form an arithmetic progression. The nth term of an HP. Nth term of an HP. Consider the HP 1/a, 1/a plus d, 1/a plus 2d, 1/a plus 3d, etc. ഇതൊരു എച്ച് പി ആണ്. 1/a, 1/a plus d, 1/a plus 2d, 1/a plus 3d എക്സെട്ര എന്ന് പറയുന്നത് എച്ച് പി ആണ്. കാരണം ഈ ടേംസിൻ്റെ റെസിപ്രോക്കൽസ് എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര ഫോം ആൻ എ പി. ഈ എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര എന്ന് പറയുന്ന എ പിയുടെ nth ടേം എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഈ എച്ച് പിയുടെ nth ടേം എന്തായിരിക്കും? 1/a plus n minus 1 into d. The denominator terms are in AP, that is a plus d, a plus 2d, a plus 3d etc. are in AP. And the nth term of a plus d, a plus 2d, a plus 3d etc. is a plus n minus 1 into d. Therefore, nth term of the HP is 1/a plus n minus 1 into d. Nth term of the HP is Tn equal to 1/a plus n minus 1 into d. Find the 14th term of the sequence 1/13, 1/17, 1/21, 1/25 etc. 13, 17, 21, 25 etc. are in AP. 13, 17, 21, 25 etc. are in AP. 13, 17, 21, 25 are the reciprocals of the terms 1/13, 1/17, 1/21, 1/25. Therefore, the given sequence 1/13, 1/17, 1/21, 1/25 etc. is in HP. ഇവിടെ 1/13, 1/17, 1/21, 1/25 എക്സെട്ര എന്നാണ് തന്നിരിക്കുന്ന സീക്വൻസ്. ആ സീക്വൻസിലെ ടേംസിൻ്റെ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത് 13, 17, 21, 25 എക്സെട്ര എന്നാണ്. അത് എ പിയിലാണ്.
13 4 17, 17 4 21, 21 4 25 അങ്ങനെയാണ്. അപ്പോൾ 13, 17, 21, 25 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് എപ്പിയിലാണ്. അതുകൊണ്ട് 1/13, 1/17, 1/21, 1/25 എക്സെട്ര എന്ന് പറയുന്നത് എച്ച് പിയിലാണ്. അപ്പോൾ ഗിവൺ സീക്വൻസ് എച്ച് പി ആണ്. ആ എച്ച് പിയുടെ 14th ടേമാണ് കാണേണ്ടത്. അപ്പോൾ അത് കാണുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 13, 17, 21, 25 എക്സെട്ര എന്ന് പറയുന്ന എ പിയുടെ 14th ടേം കാണാം. അതിനുശേഷം 1 അത് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ എച്ച് പിയുടെ 14th ടേം ആവും. Here 13, 17, 21, 25 etc. is in AP. Therefore, given sequence is in HP. In 13, 17, 21, 25 etc. A equal to 13, D common difference, D equal to second term minus first term. 17 minus 13 equal to 4. Number of terms equal to 14. 14th term of this AP, 14th term of the AP, 13, 17, 21, 25 etc. 13, 17, 21, 25 etc. എന്ന് പറയുന്ന എ പിയുടെ 14ാം പദം എ പ്ലസ് 13 ഡി എഴുതാം. അല്ലെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, എ 13, എൻ 14, ഡി 4 ആ രീതിയിൽ ചെയ്യാം. എനിവേ 14th term of the AP is 13 plus 13 into 4, 13 plus 52, 65. 14th term of the AP കിട്ടി. 14th term of the AP കിട്ടി 65. 14th term of the AP is 65. Therefore, corresponding term of the HP 1/65. Therefore, 14th term of the HP 1/13, 1/17, 1/21, 1/25 etc. is 1/65 or 1/a plus n minus 1 into d, 1/65. Therefore, 14th term of the given sequence is 1/65. Find the nth term of the sequence 1/3, 1/5, 1/7, 1/9 etc. Find the nth term of the sequence 1/3, 1/5, 1/7, 1/9 etc. The reciprocals of the given sequence is 3, 5, 7, 9 etc. 3, 5, 7, 9 etc. is in AP. Therefore, 1/3, 1/5, 1/7, 1/9 etc. is in HP. തന്നിരിക്കുന്ന സീക്വൻസ് 1/3, 1/5, 1/7, 1/9 എക്സെട്ര എന്നാണ്. ഇതിൻ്റെ റെസിപ്രോക്കൽസ് എങ്ങനെയാണ്? 3, 5, 7, 9. അത് എ പിയിലാണ്. 3, 5, 7, 9 എന്ന് പറഞ്ഞാൽ എ പിയിലാണ്. അതുകൊണ്ട് 1/3, 1/5, 1/7, 1/9 എന്ന് പറയുന്നത് എച്ച് പിയിലായിരിക്കും. 3 എന്ന് പറയുന്നത് എ പിയുടെ ഫസ്റ്റ് ടേം ആണ്. 1/3 എന്ന് പറയുന്നത് എച്ച് പിയുടെ ഫസ്റ്റ് ടേം. 5 എ പിയുടെ സെക്കൻഡ് ടേം. 1/5 എച്ച് പിയുടെ സെക്കൻഡ് ടേം. 7 എ പിയുടെ തേർഡ് ടേം. 1/7 എച്ച് പിയുടെ തേർഡ് ടേം. 9 എ പിയിൽ ഫോർത്ത് ടേം. 1/9 എച്ച് പിയിലെ ഫോർത്ത് ടേം. അപ്പോൾ നമുക്ക് nth ടേം ഓഫ് എച്ച് പി ആണ് കാണേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? nth ടേം ഓഫ് എ പി കണ്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഈ എ പിയുടെ, അതായത് 3, 5, 7, 9 എക്സെട്ര എന്ന് പറയുന്ന എ പിയുടെ ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 5 - 3 = 2. അപ്പോൾ nth ടേം ഓഫ് ദി എച്ച് പി എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, 3 + n - 1 ഇൻറ്റു 2, 3 + 2n - 2, 2n + 1. a plus n minus 1 into d, a 3 ആണ്. 3 plus n minus 1 into d 2 ആണ്. 3 plus 2n minus 2. Therefore, a plus n minus 1 into d equal to 2n plus 1. അപ്പോൾ എ പിയുടെ nth ടേം 2n plus 1 ആണ്. അപ്പോൾ എച്ച് പിയുടെ nth ടേം 1/2n plus 1. nth ടേം ഓഫ് എച്ച് പി എന്ന് പറയുന്നത് 1/a plus n minus 1 into d ആണെന്നാണ് എഴുതിയത്. അതായത് 1/2n plus 1.
If the second and sixth terms of an HP are 1 by 2, 1 by 11 respectively, find the 12th term. Second term of an HP is 1 by 2, sixth term of the HP is 1 by 11. Find 12th term. Second term of an HP is 1 by 2 means second term of the corresponding AP is 2. Sixth term of HP is 1 by 11 means sixth term of the corresponding AP is 11. Second term HP യുടെ second term 1 by 2 ആണെങ്കിൽ corresponding AP യുടെ second term 2 ആയിരിക്കും. അതുപോലെ HP യുടെ sixth term 1 by 11 ആണെങ്കിൽ corresponding AP യുടെ sixth term 11 ആയിരിക്കും. അപ്പോൾ AP യുടെ second term 2, sixth term 11. AP യുടെ terms എന്താണ്? A plus D, A plus 2D, A plus 3D ആ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ A plus D 2, A plus 5D 11. Second term of corresponding AP is 2 and sixth term of it is 11. Second term 2, ആറാമ്പതം 11. അപ്പോൾ A plus D 2, A plus 5D 11. സബ്ട്രാക്ട് ചെയ്യാം. എയിൽ നിന്ന് A മൈനസ് ചെയ്താൽ 0. 5D minus D 4D. 11 minus 2 9. 4D equal to 9 implies 9D equal to 9 by 4. 4D equal to 9 implies D equal to 9 by 4. Substitute this value D equal to 9 by 4 in A plus D equal to 2. A plus D equal to 2 implies A plus D की बगैर 9 by 4 substitute ചെയ്തു. A plus 9 by 4 equal to 2. ഇനി plus 9 by 4 right side ലേക്ക് പോയി. Implies A equal to 2 minus 9 by 4. 2 minus 9 by 4. Simplify ചെയ്യാൻ വേണ്ടി 2-നെ 8 by 4 നേടി. കാരണം 9 by 4 ഡിനോമിനേറ്റർ 4 ആണ്. അതേ 4 തന്നെ വരുന്നതിന് വേണ്ടിയാണ്. ഡിനോമിനേറ്ററിൽ 4 വരാൻ വേണ്ടി 2-നെ 8 by 4 നേടി. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റേഴ്സ് സിംപ്ലിഫൈ ചെയ്യാം. 8 by 4 minus 9 by 4. അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ഫ്രാക്ഷൻസ് വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 8 by 4 minus 9 by 4. 8 minus 9 by 4. 8 minus 9 minus 1. Minus 1 by 4. Therefore, D equal to 9 by 4, A equal to minus 1 by 4. A equal to minus 1 by 4, D equal to 9 by 4. നമുക്ക് കാണേണ്ടത് 12th term of HP ആണ്. അപ്പോൾ നമുക്ക് 12th term of AP ആദ്യം കണ്ടുപിടിക്കാം. 12th term of AP is A plus 11D. A minus 1 by 4. Minus 1 by 4 plus 11 into 9 by 4. Equal to minus 1 by 4 plus 99 by 4. 11 into 9 by 4. 11 into 9, 99. 11 means 11 by 1 ആണ്. അപ്പോൾ 11 into 9, 99. 1 into 4, 4. Minus 1 by 4 plus 99 by 4. 98 by 4 equal to 49 by 2. അതാണ് 12th term of the AP. അങ്ങനെയാണെങ്കിൽ 12th term of HP. 12th term of HP is 1 by A plus 11D equal to 2 by 49. And the reciprocal എടുത്താൽ മതി. 2 by 49. If the pth term of an HP is Q and qth term is P, show that pqth term is 1. Pth term of HP is Q, qth term is P, show that pqth term is 1. The pth term of an HP is Q. Qth term is P. Therefore, pth term of the corresponding AP is 1 by Q and qth term is 1 by P. HP യുടെ pth term Q ആണെങ്കിൽ AP യുടെ pth term 1 by Q. അതുപോലെ HP യുടെ qth term P ആണെങ്കിൽ AP യുടെ qth term 1 by P. ഇനി pth term of AP എന്ന് പറഞ്ഞാൽ A plus P minus 1 into D. pth term 1 by Q ആണ് AP യുടെ. അപ്പോൾ AP യുടെ pth term കാണാൻ A plus P minus 1 into D equal to 1 by Q equation number 1. അതുപോലെ qth term 1 by P ആണ്. അപ്പോൾ A plus Q minus 1 into D, A plus Q minus 1 into D equal to 1 by P. രണ്ട് ഇക്വേഷൻ കിട്ടി. A plus P minus 1 into D equal to 1 by Q and A plus Q minus 1 into D equal to 1 by P.
ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് ഇതിന് ഡിയും എയും കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് പി ആൻഡ് ക്യൂ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡ് എന്താണ്? ലെഫ്റ്റ് സൈഡ് എ പ്ലസ് പി മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അതെന്തായിരിക്കും? എ പ്ലസ് പി ഡി മൈനസ് ഡി. എ പ്ലസ് പി ഡി മൈനസ് ഡി മൈനസ് ഇനി സെക്കൻഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എ പ്ലസ് ക്യൂ ഡി മൈനസ് ഡി. എ പ്ലസ് ക്യൂ ഡി മൈനസ് ഡി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1/q മൈനസ് 1/p. നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. എ പ്ലസ് പി ഡി മൈനസ് ഡി മൈനസ് എ പ്ലസ് ക്യൂ ഡി മൈനസ് ഡി ഈക്വൽ ടു 1/q മൈനസ് 1/p. ഇതിന് എ മൈനസ് എ സബ്ട്രാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ മൈനസ് ഡി മൈനസ് മൈനസ് ഡി മൈനസ് ഡി പ്ലസ് ഡി അതും പോകും. അപ്പോൾ എയും ടിയും ക്യാൻസൽ ചെയ്തിട്ട് പി ഡി മൈനസ് ക്യൂ ഡി എന്ന് കിട്ടും. പി ഡി മൈനസ് ക്യൂ ഡിയിൽ ഡി ഔട്ട് സൈഡിൽ എടുത്താൽ ഡി ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് കിട്ടും ലെഫ്റ്റ് സൈഡിൽ. പി ഡി മൈനസ് ക്യൂ ഡി ഈക്വൽ ടു 1/q മൈനസ് 1/p. ഡി ഔട്ട് സൈഡിൽ എടുത്താൽ പി മൈനസ് ക്യൂ ഇൻറ്റു ഡി. ഡി ഔട്ട് സൈഡിൽ എടുത്തു. പി ഡി മൈനസ് ക്യൂ ഡി. ഡി ഔട്ട് സൈഡിൽ എടുത്തപ്പോൾ പി മൈനസ് ക്യൂ ഈക്വൽ ടു 1/q മൈനസ് 1/p. ഈ ക്യൂവും പിയും പോകുന്നതിന് വേണ്ടി ഒരു പി ക്യൂ ഉണ്ട്, എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പി ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ ഇൻറ്റു ഡി ഈക്വൽ ടു 1/q ഇൻറ്റു പി ക്യൂ മൈനസ് 1/p ഇൻറ്റു പി ക്യൂ. ദറ്റ് ഈസ് പി ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ ഇൻറ്റു ഡി ഈക്വൽ ടു ഇവിടെ ക്യൂവും ക്യാൻസൽ ചെയ്തിട്ട് പി മാത്രം. പി മൈനസ് ഈ 1/p ഇൻറ്റു പി ക്യൂവിൽ പി ക്യാൻസൽ ചെയ്ത് ക്യൂ മാത്രം. അപ്പോൾ കിട്ടുന്നത് പി ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ ഇൻറ്റു ഡി ഈക്വൽ ടു പി മൈനസ് ക്യൂ. പി മൈനസ് ക്യൂ രണ്ടിലും ഉണ്ട്. പി ക്യൂ ഇൻറ്റു ഡി പി മൈനസ് ക്യൂ അങ്ങോട്ട് പോയാൽ പി ക്യൂ ഇൻറ്റു ഡി ഈക്വൽ ടു 1 വരും. അപ്പോൾ ഡി എന്ന് പറയുന്നത് പി മൈനസ് ക്യൂ, റൈറ്റ് സൈഡിൽ പി മൈനസ് ക്യൂ ഉണ്ട്, ഡിനോമിനേറ്ററിൽ പി ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് പി മൈനസ് ക്യൂ ക്യാൻസൽ ചെയ്ത് 1/p ക്യൂ. അപ്പോൾ ഡി ഈക്വൽ ടു 1/p ക്യൂ. ഡി കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എ ആണ്. അത് ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 1/q. എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 1/q. ഇതിൽ ഡിക്ക് 1/p എന്ന് കൊടുത്തു. അപ്പോൾ എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു 1/pq ഈക്വൽ ടു 1/q. സിംപ്ലിഫൈ ചെയ്യണം. എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു 1/pq എന്നാൽ പി ഇൻറ്റു 1/pq. പി ബൈ പി ക്യൂ പിന്നെ മൈനസ് 1/pq. മൈനസ് 1/pq ഈക്വൽ ടു 1/q. ദാറ്റ് ഈസ് എ പ്ലസ് പി ബൈ പി ക്യൂ എന്നാൽ പിയും പിയും കട്ട് ചെയ്ത് 1/q വരും. എ പ്ലസ് 1/q മൈനസ് 1/pq ഈക്വൽ ടു 1/q. എ പ്ലസ് 1/q മൈനസ് 1/pq ഈക്വൽ ടു 1/q. 1/q 1/q ക്യാൻസൽ ചെയ്യും. മൈനസ് 1/q റൈറ്റ് സൈഡിലേക്ക് പോയാൽ എയുടെ വാല്യൂ 1/pq എന്നായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് എ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1/q ഇവിടെ നിർത്തി. ഈ 1/pq അങ്ങോട്ട് പോയി മൈനസ് 1/q പ്ലസ് 1/pq. 1/q ക്യാൻസൽ ചെയ്യും. എ ഈക്വൽ ടു 1/pq. എ ഈക്വൽ ടു 1/pq. അപ്പോൾ നമുക്ക് എ 1/pq കിട്ടി, ഡി 1/pq കിട്ടി. ഇനി പി ക്യൂത്ത് ടേം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഫോർ ദി എ പി, എ ഈക്വൽ ടു 1/pq and d equal to 1/pq. P qth term of the AP equal to nth term a plus n minus 1 into d ആണ്. അപ്പോൾ p qth term a plus pq minus 1 into d. a ക്ക് പകരം 1/pq കൊടുത്തു. 1/pq plus pq minus 1 into 1/pq. അതൊന്ന് സിംപ്ലിഫൈ ചെയ്തു. 1/pq plus pq into 1/pq, pq by pq minus 1/pq. Minus 1/pq plus 1/pq ക്യാൻസൽ ചെയ്ത് pq by pq വരും. അതായത് 1. pq by pq equal to 1. അപ്പോൾ pqth ടേം 1 ആണ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. pqth ടേം 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. pqth ടേം ഈക്വൽ ടു 1 എന്ന് കിട്ടി. Therefore pqth term of the hp equal to pqth term of hp എന്താണ്? pqth term of ap നമുക്ക് 1 കിട്ടി. pqth term of hp എന്ന് പറഞ്ഞാൽ 1 by pqth term of ap ആണ്. അതായത് 1/1 equal to 1. That is, if the pth term of an hp is q and qth term is p, then pqth term is 1. Pth term of an hp is q and qth term is p, then pqth term is 1.
harmonic mean. Harmonic mean. Arithmetic mean, geometric mean, അടുത്തത് harmonic mean. Harmonic mean. Arithmetic mean എന്തായിരുന്നു? If small letter A, B, C are in AP, A, B, C are in AP, then B is said to be the arithmetic mean between A and C. അതുപോലെ geometric mean ആണെങ്കിൽ if A, B, C are in GP, if A, B, C are in geometric progression, then B is said to be the geometric mean between A and C. അതുപോലെ harmonic mean എന്താണ്? മൂന്നെണ്ണം തന്നാൽ if A, H, B are in HP, then H is said to be the harmonic mean between A and B. അതുപോലെ arithmetic mean if A, A1, A2, etc., AN, B are in AP, then A1, A2, A3, etc., AN are said to be arithmetic means between A and B. എന്നായിരുന്നു. അതുപോലെ geometric mean ലാണെങ്കിൽ if A, G1, G2, G3, etc., GN, B are in GP, then G1, G2, etc., GN are said to be the geometric means between A and B എന്നായിരുന്നു. അതുപോലെ HP ലാണെങ്കിൽ if A, H1, H2, H3, etc., HN, B are in HP, then H1, H2, H3, etc., HN are said to be the harmonic means between A and B. അപ്പോൾ A, H1, H2, H3, etc., HN, B എന്ന് പറയുന്നത് എച്ച് പിയിലാണെങ്കിൽ H1, H2, H3, etc., HN എന്ന് പറയുന്നത് ഹാർമോണിക് മീൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. എക്കും ബിക്കും ഇടയിലുള്ള ഹാർമോണിക് മീൻസ് ആണ്. Find the harmonic mean between A and B. Find a harmonic mean between A and B. Let H be the harmonic mean. Then A, H, B are in HP. A ക്കും B ക്കും ഇടയിലുള്ള ഹാർമോണിക് മീൻ H ആണെങ്കിൽ A, H, B എന്ന് പറയുന്നത് ഹാർമോണിക് പ്രോഗ്രഷനിലായിരിക്കും. A, H, B ഹാർമോണിക് പ്രോഗ്രഷനിലാണെങ്കിൽ 1/A, 1/H, 1/B എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലായിരിക്കും. 1/A, 1/H, 1/B അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ 2 into middle term equal to first term plus third term എന്നാണ്. അപ്പോൾ 2 into 1/H equal to 1/A plus 1/B. 1/A plus 1/B എന്ന് പറഞ്ഞാൽ എന്താണ്? 1/A plus 1/B എന്ന് പറഞ്ഞാൽ 1 into B plus 1 into A by AB. 1 into B plus 1 into A by AB. That is B plus A by AB. അല്ലെങ്കിൽ 2/H equal to A plus B by AB. 2/H equal to A plus B by AB. നമുക്ക് കാണേണ്ടത് H ആണ്. H ആണ് ഇവിടെ ഹാർമോണിക് മീൻ. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് H/2 equal to H/2 equal to AB by A plus B. അപ്പോൾ H എന്താണ്? ഈ ബൈ 2 റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഇൻറ്റു 2 ആവും. H equal to 2AB by A plus B. H equal to 2AB by A plus B. അപ്പോൾ ഹാർമോണിക് മീൻ ബിറ്റ്വീൻ A and B is 2AB by A plus B. Let H be the harmonic mean, then A, H, B are in HP. Since A, H, B are in HP, 1/A, 1/H, 1/B are in AP. If 3 numbers are in AP, then 2 into middle number equal to first term plus third term എന്നാണ്. That is 2 into 1/H equal to 1/A plus 1/B. 1/A plus 1/B simplify ചെയ്താൽ 1 into B plus 1 into A by AB or B plus A by AB or 2/H equal to A plus B by AB. Then H/2 equal to AB by A plus B. H equal to 2AB by A plus B. Here H is the harmonic mean. Therefore harmonic mean between A and B is 2AB by A plus B. Arithmetic mean between A and B, A plus B by 2. Geometric mean between A and B, root AB. Harmonic mean between A and B is 2AB by A plus B. 2AB by A plus B. Harmonic mean between A and B is 2AB by A plus B. Insert 4 harmonic means between 1/3 and 1/10. 1/3 1/10 ഇടയിൽ 4 ഹാർമോണിക് മീൻസ് കണ്ടുപിടിക്കാം.
നമുക്കത് H1, H2, H3, H4 ആണെന്ന് സങ്കല്പിക്കാം. ലെറ്റ് H1, H2, H3, H4 be the required harmonic means. H1, H2, etc. H എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള ഹാർമോണിക് മീൻസ് ആണെങ്കിൽ എ H1, H2, etc. HN, B എന്ന് പറയുന്നത് എച്ച് പിയിലായിരിക്കും. അതുപോലെ H1, H2, H3, H4 എന്ന് പറയുന്നത് ഹാർമോണിക് മീൻസ് ബിറ്റ്വീൻ 1/3 ആൻഡ് 1/10 ആണെങ്കിൽ 1/3 H1, H2, H3, H4, 1/10 ആർ ഇൻ എച്ച് പി ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് ടേം ഓഫ് എച്ച് പി 1/3 ആണ്. സിക്സ്ത് ടേം ഓഫ് എച്ച് പി 1/10 ആണ്. ഫസ്റ്റ് ടേം ഓഫ് എച്ച് പി 1/3, സിക്സ്ത് ടേം ഓഫ് എച്ച് പി 1/10. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഓഫ് എ പി എന്തായിരിക്കും? ഫസ്റ്റ് ടേം ഓഫ് എ പി ഈസ് 3, സിക്സ്ത് ടേം ഓഫ് എ പി ഈസ് 10. Therefore, first term of the corresponding AP is 3 and sixth term is 10. First term is A equal to 3. Sixth term A plus 5D. A plus 5D equal to 10. A के बगैर हम 3 substitute इदाल. 3 plus 5D equal to 10. 5D equal to 10 minus 3 equal to 7. 5D equal to 7. D equal to 7 by 5. Let H1, H2, H3, H4 be the required harmonic means. Then 1/3 H1, H2, H3, H4, 1/10 are in HP. First term of the AP is 1/3. 1, 2, 3, 4, 5, 6. Sixth term of the HP is 1/10. First term of HP is 1/3 implies first term of AP is 3. Sixth term of HP is 1/10 means sixth term of the corresponding AP is 10. That is A equal to 3. Sixth term A plus 5D equal to 10. That is 3 plus 5D equal to 10. 5D equal to 10 minus 3. 10 minus 3 is 7. 5D equal to 7. D equal to 7 by 5. D equal to 7 by 5. That is A equal to 3, D equal to 7 by 5. Now second term of AP, third term of AP, fourth term of AP, fifth term of AP കാണാം. പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ H1, H2, H3, H4 ആയി. അപ്പോൾ ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. ഇനി സെക്കൻഡ് ടേം ഓഫ് AP കാണണം, തേർഡ് ടേം ഓഫ് AP, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം കാണാം. അതിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ എച്ച് പിയുടെ കറസ്പോണ്ടിങ് ടേംസ് ആയി. The four arithmetic means are A plus D, A plus 2D, A plus 3D, A plus 4D. A plus D എന്ന് വെച്ചാൽ 3 plus 7 by 5. A plus 2D 3 plus 2 into 7 by 5. 2 into 7 14 by 5. അടുത്ത A plus 3D ആണ്. 3 plus 3 into 7 by 5. D 7 by 5 ആണ്. 3 into 7 21 by 5. A plus 4D 3 plus 4 into 7 by 5, that is 28 by 5. 3 plus 7 by 5 add ചെയ്യാൻ 3 plus 7 by 5, 3 7 by 5 എഴുതാം. 3 into 5 15 plus 7 22 by 7 എഴുതാം. അല്ലെങ്കിൽ 3ക്ക് പകരം 15 by 5 എഴുതാം. 3ക്ക് പകരം എല്ലായിടത്തും 15 by 5 എന്ന് കൊടുക്കും. അപ്പോൾ 15 by 5 plus 7 by 5. 15 by 5 plus 14 by 5. 15 by 5 plus 21 by 5. 15 by 5 plus 28 by 5. അങ്ങനെ ഡിനോമിനേറ്റർ 5 ആക്കിയ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Therefore, the four arithmetic means are 22 by 5, 15 plus 14, 29 by 5, 15 plus 21, 36 by 5, 15 plus 28, 43 by 5. The four arithmetic means are 22 by 5, 29 by 5, 36 by 5, 43 by 5. ഇതിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ H1, H2, H3, H4 ആയിരിക്കും. Therefore, the four harmonic means are 5 by 22, 5 by 29, 5 by 36, 5 by 43. The four arithmetic means are A plus D, A plus 2D, A plus 3D, A plus 4D. That is 3 plus 7 by 5, 3 plus 14 by 5, 3 plus 21 by 5, plus 3 plus 28 by 5. ആഡ് ചെയ്യാനുള്ള സൗകര്യത്തിന്
3 15/5 എന്ന് വെച്ചാൽ അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. 3 7/5. 3 × 5 15 + 7 22/5. 3 × 5 15 + 14 29/5. 3 + 21/5 എന്നാൽ 3 21/5 ആണ്. അതായത് 3 × 5 15 + 21 36/5. അതുപോലെ 3 + 28/5 3 28/5 എന്ന് എഴുതാം. 3 × 5 15 + 28 that is 43/5. അങ്ങനെ അരിത്തമെറ്റിക് മീൻസ് കിട്ടി. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ ഹാർമോണിക് മീൻസ് ആയി. Therefore the required 4 harmonic means are 5/22, 5/29, 5/36, 5/43.